بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ വഴിത്തിരിവായ 2 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ അവതരണ പശ്ചാത്തലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്ത് കൂടിയിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവർ എന്തോ വർത്തമാനം പറഞ്ഞ് ചിരിക്കുന്നത് കണ്ട സമയത്ത് സ്വഹാബാക്കളോട് ഗൗരവത്തോടുകൂടെ പ്രവാചകർ പറഞ്ഞു, അത്തദഹക്കൂന ബൈന ഐദീക്കുമുന്നാർ, നരകത്തിൻ്റെ ഭയാനകത ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കെങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തോടുകൂടെ സ്വഹാബാക്കളോട് ചോദിച്ച സമയത്ത്, ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇടപെടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ആയത്ത് കൊണ്ടുവരികയാണ്. എന്താണ് ആയത്ത്? നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബിയെ, അങ്ങ് അവരെ പറഞ്ഞ് വല്ലാതെ പ്രയാസപ്പെടുത്തേണ്ടതില്ല. കാരണം അന്നി അനൽ ഗഫൂറുർ റഹീം, തീർച്ചയായും ഞാൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അതേപോലെ തന്നെ കരുണ ചെയ്യുന്നവനുമാണ്. എന്നാൽ അതുമാത്രമല്ല, വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, അള്ളാഹുവിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ, അവനെതിരെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ, ഹുവൽ അദാബുൽ അലീം, അത് വേദനാജനകമായ ശിക്ഷ അവർക്ക് നൽകുന്നതാണ് എന്നുകൂടെ പറഞ്ഞു കൊടുക്കണം നബിയെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകരോട് പറയാൻ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് പ്രതീക്ഷയും അതേപോലെ തന്നെ പേടിയും ഉണ്ടാകണം. രണ്ടിൻ്റെ ഇടയിലുമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഉണ്ടാകേണ്ടത്. ഞാൻ ഇതേവരെ തെറ്റ് ചെയ്തല്ലോ, എൻ്റെ തെറ്റൊന്നും അവൻ പൊറുക്കില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കാൻ നാം പാടില്ല. അതുപോലെ എൻ്റെ റബ്ബ് എൻ്റെ എല്ലാ തെറ്റുകളും പുറത്തു തരും, തെറ്റ് ചെയ്താൽ അള്ളാഹുവിനോട് പാപമോചനം നടത്താമെന്നുള്ള വെറും പ്രതീക്ഷയുമാകരുത്. രണ്ടിൻ്റെ ഇടയിലുമാകണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നാം അള്ളാഹുവിനെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അതുപോലെയായിരിക്കും അവൻ നമ്മളോടുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന ഇൻദ ദന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അതുപോലെയായിരിക്കും ഞാൻ ഉണ്ടാവുക. വ അന മഅഹു ഹീന യദ്കുറുനി, എന്നെ ഓർക്കുന്ന സമയത്ത് ഞാൻ അവനോടുകൂടെ ഉണ്ടാകും. ഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ്റെ മനസ്സിൽ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാനും അവനെ ഓർക്കുന്നതാണ്. വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഹുമ ഖൈറും മിൻഹും, അവൻ ഒരു സദസ്സിൽ വെച്ചിട്ടാണ് എന്നെക്കുറിച്ച് പറയുന്നതെങ്കിൽ ഞാനും അതിനേക്കാൾ നല്ല മലക്കുകളുടെ സദസ്സിൽ വെച്ച് അവനെക്കുറിച്ച് പറയുന്നതാണ്. വൈൻ തഖറബ മിന്നി ശിബ്റൻ തഖറബതു ഇലൈഹി ദിറാഅ, അവൻ എന്നിലേക്ക് ഒരു ചാണെടുത്തു കഴിഞ്ഞാൽ ഞാൻ അവനിലേക്ക് ഒരു മുഴമടക്കുന്നതാണ്. അതേപോലെ വൈൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബതു മിൻഹു ബാഅ, അവൻ എന്നിലേക്കൊരു മുഴം അടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ അവനോടടുക്കുന്നതാണ്. വൈൻ അത്താനി യംശി അതൈതുഹു ഹർവല, അവൻ എൻ്റെ അടുക്കലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഒരു മനുഷ്യൻ റബ്ബിനെ അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ കൊണ്ട് ഭയപ്പെടേണ്ട 7 സ്ഥലങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അൽ മുഅ്മിനു ഹുവ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അല്ലദീ യഖാഫുല്ലാഹ തആല ബിജമീ ജവാരിഹി, അവൻ്റെ മുഴുവൻ അവയവങ്ങളെ കൊണ്ടും അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്, അലാമത്തു ഖൗഫില്ലാഹി തആല തൽഹറു ഫീ സബഅത്തി അശ്യാ, അള്ളാഹുവിനെ പേടിക്കുന്നതിൻ്റെ അടയാളങ്ങൾ 7 കാര്യങ്ങളിൽ വെളിവാകുന്നതാണ്. ഏതൊക്കെയാണത്? 1 ലിസാനുഹു, അവൻ്റെ നാവാണ്. അവൻ്റെ നാവ് കൊണ്ട് അള്ളാഹുവിനെ പേടിക്കണം. എങ്ങനെയാണത് പേടിക്കുക? ഫയംനഉഹു മിനൽ കദിബി വൽ ഗീബത്തി വൻ നമീമത്തി വൽ ബുഹ്താനി വ കലാമിൽ ഫുദൂൽ. അങ്ങനെ അള്ളാഹുവിനെ പേടിക്കുമ്പോൾ
അവന് കളവിൽ നിന്ന് വിലങ്ങി നിൽക്കും. ഗീബത്ത് പറയില്ല, നമീമത്ത് പറയില്ല, അതേപോലെ തന്നെ മോശമായ സംസാരങ്ങളും അവൻ സംസാരിക്കില്ല. വയജഅലുഹു മശ്ഗൂലൻ ബിദിക്രില്ലാഹി തആല, അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൻ്റെ ദിക്റുമായിട്ടായിരിക്കും അവന് ശുഗലാവുക, അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതുന്നവരായിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്. രണ്ടാമത് പേടിക്കുന്നത് ഖൽബുഹു, അവൻ്റെ ഹൃദയം കൊണ്ടാണ്. ഫയഖ്റുജു മിൻഹുൽ അദാവത്തു വൽ ബുഖ്താൻ, അപ്പോൾ അവനിൽ നിന്നെന്തു ചെയ്യുമെന്നറിയുമോ? ശത്രുതയും അതേപോലെ തന്നെ വഹസദുൽ ഇഖ്വാൻ, സഹോദരങ്ങളോടുള്ള അസൂയയും അവനിൽ നിന്ന് മായ്ച്ചു കളയുന്നതാണ്. അതൊക്കെ അവനിൽ നിന്ന് ഇല്ലാതിരിക്കുന്നതാണ്. ലിഅന്നൽ ഹസദ യംഹുൽ ഹസനാത്ത്, കാരണം അസൂയ എന്ന് പറയുന്നത് അത് നമ്മുടെ നന്മകളെ മായ്ച്ചു കളയുന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, അൽ ഹസദു യഅ്കുലുൽ ഹസനാത്തു കമാ തഅ്കുലുൻ നാറു അൽ ഹതബ. അസൂയ എന്ന് പറയുന്നത് യഅ്കുലുൽ ഹസനാത്ത്, അത് നന്മകളെ തിന്നുന്നതാണ്. കമാ തഅ്കുലുൻ നാർ, ഒരു തീ തിന്നുന്നത് പോലെ, അൽ ഹതബ, തീ വിറകിനെ തിന്നുന്നത് പോലെ നമ്മുടെ നന്മകളെ അസൂയ തിന്നു തീർക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് പേടിക്കുന്നത് നളുറുഹു, അവൻ്റെ കണ്ണാൻ, അവൻ്റെ നോട്ടം കൊണ്ട് അള്ളാഹുവിനെ പേടിക്കണം. ഫലാ യൻളുറു ഇലൽ ഹറാമി മിനൽ അക്ലി വശുർബ്, അവന് ഹറാമിലേക്ക് നോക്കാൻ പാടില്ല. തിന്നുന്ന കാര്യത്തിലാണെങ്കിലും കുടിക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റേത് ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളിലേക്കും ഹറാമായതിലേക്ക് അവൻ നോക്കാൻ പാടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ മലഅ ഐനുഹു മിനൽ ഹറാം, ഹറാമിനാലുള്ള കണ്ണ് നിറച്ച ഒരുത്തൻ, മല അല്ലാഹു തആല യൗമൽ ഖിയാമത്തി ഐനുഹു മിനൻ നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കണ്ണിനെ നാളെ ഖിയാമത്ത് നാളിൽ നരകത്തിനാൽ നിറക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. നാലാമത് ബത്നുഹു, അവൻ്റെ പള്ളയാൻ, അവൻ്റെ പള്ള കൊണ്ട് ഹറാമിലേക്ക് പോകാൻ പാടില്ല. ഫലാ യദ്ഖുലു ബത്നുഹു ഹറാമ, അവൻ്റെ പള്ള ഹറാമ് പ്രവേശിക്കാൻ പാടില്ല. അഞ്ചാമത്തത് യദുഹു, അവൻ്റെ കൈകൾ കൊണ്ട് അള്ളാഹുവിനെ പേടിക്കണം. ഫലാ യമുദ്ദു യദഹു ഇലൽ ഹറാം, അവൻ ഹറാമിലേക്ക് അവൻ്റെ കയ്യിനെ നീട്ടാൻ പാടില്ല, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലേക്കാകണം. ആറാമത്തത് ഖദമുഹു, അവൻ്റെ കാൽപാദമാണ്. ഫലാ യംശി ഫീ മഅസിയത്തില്ല, അള്ളാഹുവിൻ്റെ തെറ്റിലായിട്ട് അവൻ നടക്കാൻ പാടില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും സ്വഹാബാക്കളൊക്കെ നടന്ന വഴിയിലൂടെ നമ്മൾ നടക്കണം. ഏഴാമത്തത് ത്വാഅത്തുഹു, അള്ളാഹുവിനെ വഴിപ്പെടലാണ്. ഫയജഅലു ത്വാഅത്തുഹു ഖാലിസത്തൻ ലിവജ്ഹില്ല, അള്ളാഹുവിൻ്റെ വജ്ഹ് കാംക്ഷിച്ചു കൊണ്ടായിരിക്കണം അവൻ്റെ ഓരോ പ്രവർത്തനവും. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വൽ ആഖിറത്തു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ ആഖിറമുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നമ്മൾ പേടിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ 3 ആയത്തുകൾ നാം പഠിച്ചു വെക്കേണ്ടതാണ്. ഈ 3 ആയത്തുകൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ നാം നരകത്തിൽ പോവില്ല. മഹാനായ ഇമാമുൽ ഖുശൈരി റഹിമഹുല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്, യൗമൽ ഖിയാമത്തി യഅ്മുറു ബിറജുലിൻ ഇലന്നാർ, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനെ അവൻ്റെ തെറ്റുകൾ കാരണമായിട്ട് നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഫയസീറു സുലുസത്തരീഖി സുമ്മ യൽതഫിതു, നരകത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരല്പഭാഗം എത്തിയ സമയത്ത് അവൻ തിരിഞ്ഞു നോക്കുകയാണ്. ഫയസീറു നിസ്ഫു സുമ്മ യൽതഫിതു, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ തിരിഞ്ഞു നോക്കി. ഫയസീറു സുലുസൈനി ഫയൽതഫിതു, അവസാനം നരകത്തിലേക്ക് അടുക്കാനാകുന്ന സമയത്ത് ഒന്നുകൂടെ അള്ളാഹുവിനെ തിരിഞ്ഞു നോക്കുകയാണ്. ഫയഅ്മുറു ബിഹി റബ്ബുഹു ഫയർജിഉ, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അവനെ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അള്ളാഹു ചോദിക്കുകയാണ്, ലിമാദാ സിർത സുലുസ, നീ എന്തിനാണ് 3 പ്രാവശ്യവും എന്നെ തിരിഞ്ഞു നോക്കിയത്? ഫയഖൂലു, അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, യാ റബ്ബ്, ഓ റബ്ബേ, തദക്കർത ഖൗലക, നിൻ്റെ ഖൗലിന് ഓർമ്മ വന്നതാണ്. ഏതാണ്? വറബ്ബുക ലഗഫൂറു ദുർറഹ്മ, നിൻ്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വറബ്ബുക, നിൻ്റെ റബ്ബാകുന്നത് ലഗഫൂറു ദുർറഹ്മ, അവന് നല്ലോണം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെനിക്ക് ഓർമ്മ വന്നു. ഫതമഅതു, ഞാൻ ആഗ്രഹിച്ചു, ഫീ മഗ്ഫിറതിക, നിൻ്റെ പാപമോചനത്തിലായിട്ട് ഞാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. സുമ്മ സിർതു, പിന്നെ ഞാൻ കുറച്ചും കൂടി ദൂരെ നടന്നപ്പോൾ ഫലമ്മ ബലഗത്തു നിസ്ബ തദക്കർത്തു
ഖൗലക നിൻ്റെ ഖൗലിന് എനിക്ക് ഓർമ്മ വന്നു വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാതെ മറ്റാരാണ് തെറ്റുകൾ പുറത്തു തരാൻ എന്ന് പറയുന്ന നിൻ്റെ ഖുർആനിലെ ആയത്തിന് ഓർമ്മ വന്നു. ഫതമഅതു അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, പിന്നെ ഞാൻ ആഗ്രഹിച്ചു എനിക്കത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്ന്. പിന്നെ ഞാൻ നടന്നുപോയി. ഹത്താ വസൽതു സുലുസൈനി അവസാന ഭാഗം എത്തിയ സമയത്ത് സുമ്മ തദക്കർതു പിന്നെ എനിക്കും ഓർമ്മ വന്നു ഖൗലക നിൻ്റെ ഖൗലിനെ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ എന്ന് പറയുന്ന ആയത്ത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ശരീരത്തിൻ്റെ മേൽ വല്ലാതെ ദുർവ്യയം കാണിച്ച ആളുകളോടങ്ങ് പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത് എന്ന്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ തീർച്ചയായും അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കുമെന്നുള്ള ആയത്തെനിക്ക് ഓർമ്മ വന്നു. ആ സമയത്താണ് ഞാൻ ആഗ്രഹിച്ചു ഫസ്ദത്തു ത്വമഅൻ ഫി റഹ്മത്തിക നിൻ്റെ റഹ്മത്തിലായിട്ട് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു അള്ളാഹുവേ എന്ന് ആ മനുഷ്യൻ പറയാൻ. ആ സമയത്ത് ഫഔഖഫഹുല്ലാഹ് വഖാല ഇദ്ഹബ് വഖദ് ഗഫർതു ലക അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ അവനെ വിട്, അവന് ഞാൻ എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്. പ്രിയമുള്ളവരെ, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നാം അല്ലാഹുവിനോട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ തെറ്റുകളെ പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് ഈ 3 ആയത്തിൻ്റെ ആശയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക. ഏതൊക്കെയാണ്? ഒന്ന്, വറബ്ബുക ലഗഫൂറു ദുർറഹ്മ. രണ്ടാമത്തത്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. മൂന്നാമത്തത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഈ 3 ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ആ ജീവിതത്തിൽ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.